ഹലോ ആൻഡ് വെൽക്കം ടു എ ലൈഫ് സ്റ്റൈൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സീറ്റ് കണ്ടില്ലേ, നമ്മുടെ നാട്ടിൽ അത്രയ്ക്ക് അങ്ങോട്ട് പ്രചാരത്തിലില്ലാത്തൊരു സംഭവമാണ്. അതായത് ചെറിയ കുട്ടികളൊക്കെ വണ്ടിയിലിരുത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സീറ്റാണ്. ഈ സീറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിനൊരു സീറ്റ് ബെൽറ്റൊക്കെ ഉണ്ട്. എന്നിട്ട് ഈ സീറ്റ് നമുക്ക് വണ്ടിയിൽ ഫിറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പം കുട്ടികൾക്ക് നല്ല സേഫായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഈ ഒരു സീറ്റ് വണ്ടിയിൽ എങ്ങനെ ഫിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ ഈ ഒരു സീറ്റിന് രണ്ട് പാർട്ട് ഉണ്ട്. അത് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഈ ഒരു സ്വിച്ച് ഇതാക്കിയിട്ട് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സ്വിച്ച് ആക്കിയിട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇത് സീറ്റും ഇതതിൻ്റെ ഒരു ബേസ് സ്റ്റാൻഡുമാണ്. അപ്പോൾ ആദ്യം വണ്ടിൻ്റെ സീറ്റിൽ ഈ ബേസ് സ്റ്റാൻഡ് ഫിറ്റ് ചെയ്യണം. അപ്പോൾ ബാക്ക് സീറ്റിൽ ഫിറ്റ് ചെയ്യുന്ന രീതിയും ഫ്രണ്ട് സീറ്റിൽ ഫിറ്റ് ചെയ്യുന്ന രീതിയും രണ്ടും രണ്ട് തരത്തിലാണ്. ആദ്യം ബാക്ക് സീറ്റിൽ എങ്ങനെ ഫിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കി നോക്കാം. ശ്രദ്ധിക്കേണ്ടത്, കുട്ടികളെ വണ്ടിയിലിരുത്തുമ്പോൾ എപ്പോഴും ബാക്ക് സീറ്റാണ് ഏറ്റവും സേഫ്. അതുകൊണ്ടാണ് ഈ സാധനം ബാക്ക് സീറ്റിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറയാനുള്ളൊരു കാര്യം. രണ്ട് സീറ്റിലും ഫിറ്റ് ചെയ്യാം, പക്ഷേ ബാക്ക് സീറ്റാണ് നല്ലത്. അപ്പോൾ ബാക്ക് സീറ്റൊക്കെ ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ സ്റ്റാൻഡ് ബാക്കത്തെ സീറ്റിൽ വെച്ചതിന് ശേഷം ഇവിടെ രണ്ട് ഐറ്റം ഉണ്ട്. സീറ്റ് ബെൽറ്റ് വെച്ചിട്ടും ഫിക്സ് ചെയ്യാം. അതേപോലെ ഈ ഒരു ക്ലിപ്പ് കണ്ടില്ല, ഐസോഫിക്സിൻ്റെ ക്ലിപ്പ് എന്ന് പറയും. ഈ ഐസോഫിക്സ് ക്ലിപ്പ് ചെയ്യാനുള്ളൊരു ഭാഗമുണ്ട് ഇവിടെ. അത് എല്ലാ സീറ്റിലും ഉണ്ടാവും, ബാക്ക് സീറ്റിലുണ്ടാവും. ഈ ഒരു ഭാഗത്തൊക്കെ കണ്ടല്ലോ, ഈ ഒരു സ്ഥലത്താണ് ഈ ഐസോഫിക്സ് ക്ലിപ്പ് ചെയ്യുക. അപ്പോൾ ഐസോഫിക്സ് ക്ലിപ്പ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇത് വെക്കുക. ഇതില്ല എന്നുണ്ടെങ്കിൽ സീറ്റ് ബെൽറ്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഐസോഫിക്സ് ആദ്യം ക്ലിപ്പ് ചെയ്യുക. ഈ സ്ഥലത്ത് ഇതിങ്ങനെ അമർത്തിയിട്ട് ക്ലിപ്പ് ചെയ്യുക. ഒരു ക്ലിക്ക് സൗണ്ട് കേൾക്കുന്നത് വരെ അമർത്തുക, നല്ല ശക്തിയിൽ അമർത്തണം. ഓക്കെ, ഒരു സൈഡ് ക്ലിപ്പായി. അതേപോലെ ഞാൻ ഈ സൈഡും ക്ലിപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ സൈഡും ക്ലിപ്പായി. അത് രണ്ടും ക്ലിപ്പായി കഴിഞ്ഞാൽ ഇതിനിവിടെ ഒരു സ്ട്രാപ്പ് ഉണ്ട്. ഈ സ്ട്രാപ്പ് വലിച്ചിട്ട് ഈ സീറ്റ്, ഈ ഒരു സ്റ്റാൻഡ് സീറ്റുമ്മിൽ നല്ലോണം ടൈറ്റായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റും. ഈ സ്ട്രാപ്പ് വലിച്ചിട്ട് നല്ലോണം ടൈറ്റ് ചെയ്യാം. ശരി, അപ്പോൾ കണ്ടല്ലോ, ഇനിയിപ്പോൾ ഈ സ്റ്റാൻഡ് നല്ലോണം ഇളകാതെ അങ്ങനെ ടൈറ്റായിട്ട് നിന്നു. അപ്പോൾ ഐസോഫിക്സ് ക്ലിപ്പ് ഉണ്ടെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി ഐസോഫിക്സിൻ്റെ ക്ലിപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സീറ്റ് ബെൽറ്റ് കണ്ടല്ലോ, ഈ ഒരു സീറ്റ് ബെൽറ്റ് വെച്ചിട്ടാണ് ആ സമയത്ത് ടൈറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ സീറ്റ് ബെൽറ്റ് ആദ്യം എടുത്തിട്ട് ഇവിടെ ക്ലിപ്പ് ചെയ്ത് വെക്കുക. സീറ്റ് ബെൽറ്റ് ഇവിടെ ക്ലിപ്പ് ചെയ്ത് വെക്കുക. ഓക്കെ, സീറ്റ് ബെൽറ്റ് ഞാൻ ക്ലിപ്പ് ചെയ്തു. എന്നിട്ട് സീറ്റ് ബെൽറ്റിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഭാഗം, ഈ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഭാഗം ഇവിടെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ട് ഈ സ്റ്റാൻഡിന്. അപ്പോൾ ആ ഗ്യാപ്പിൽ ഈ സീറ്റ് ബെൽറ്റ് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് വെക്കുക എന്നുള്ളതാണ്. സീറ്റ് ബെൽറ്റ് കൂടെ ടൈറ്റ് ആക്കണം മാറും. എന്നിട്ട് എന്ത് ചെയ്യാം, അതിനുശേഷം സീറ്റ് ബെൽറ്റൊക്കെ നല്ലോണം വലിച്ച് ടൈറ്റ് ആക്കിയിട്ട് നല്ല ടൈറ്റിൽ വലിച്ച് ടൈറ്റ് ആക്കുക. ഓക്കെ, ഇങ്ങനെ രണ്ട് കൈ ഉപയോഗിച്ച് വലിച്ച് ടൈറ്റ് ആക്കിയിട്ട് നല്ലോണം സെറ്റാക്കി വെക്കുക. ഇതിപ്പോൾ രണ്ട് രീതിയിലും ഫിക്സായി. ഐസോഫിക്സിൻ്റെ ക്ലിപ്പിലും ഫിക്സാണ്, അതേപോലെ സീറ്റ് ബെൽറ്റിലും ക്ലിപ്പാണ്. ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ഇനിയിപ്പോൾ രണ്ട് ചെയ്താലും ബുദ്ധിമുട്ടൊന്നുമില്ല, നല്ല സ്ട്രോങ്ങിൽ അങ്ങനെ നിന്നോളും എന്നേ ഉള്ളൂ. അപ്പോൾ സ്റ്റാൻഡ് ഇപ്പോൾ എന്തായി, ഇളകാത്ത രീതിയിൽ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ. ഇനി എന്ത് വേണം, ഇനി ഇതിൻ്റെ മുകളിൽ വേണം ആ സീറ്റ് കൊണ്ടുവന്ന് ഫിക്സ് ചെയ്യാൻ. അതിൻ്റെ മുന്നേ ഒരു ചെറിയ കാര്യമുണ്ട്. ഇവിടെ ഒരു നോബുണ്ട് കേട്ടില്ലേ. അപ്പോൾ സ്റ്റാൻഡിൻ്റെ ഇവിടെ തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു നോബുണ്ട് കണ്ടില്ലേ. അപ്പോൾ ഈ നോബ് തിരിച്ചാൽ ഈ സ്റ്റാൻഡിൻ്റെ ഇൻക്ലിനേഷൻ ഇങ്ങനെ വ്യത്യാസപ്പെടുത്താൻ പറ്റും. അപ്പോൾ അത് ആ സീറ്റ് എത്രത്തോളം ചെരിഞ്ഞ് നിൽക്കണം എന്നുള്ളതാണ് അതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ആരോ മാർക്ക് ഉണ്ടല്ലോ, ഈ ഒരു ആരോ മാർക്ക് ഈ പച്ച കളറിൽ നിൽക്കണം. അതാണ് അതിൻ്റെ കറക്റ്റ് ഇൻക്ലിനേഷൻ. അപ്പോൾ അത് ഇതിങ്ങനെ തിരിച്ചു കൊടുത്തിട്ട് നമുക്കത് മാറ്റാൻ പറ്റും. അപ്പോൾ ഞാനത് പൊന്തിച്ച് കാണിച്ചു തരാം. കണ്ടല്ലോ, ആരോ മാർക്ക് മാറണം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ട്, പിന്നെ സീറ്റിൻ്റെ ആ ഒരു ചെരിവും ഇതിൻ്റെ ചെരിവും ഒക്കെ കൂടിയിട്ട് ഓൾറെഡി ഒരു പച്ചൻ്റെ അടുത്ത് തന്നെയാണ് അതിപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ തൽക്കാലം അങ്ങനെ തന്നെ നോട്ട്, അത് കറക്റ്റ് ഇൻക്ലിനേഷൻ ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ എന്ത് ചെയ്യുക, ഇതിൻ്റെ മുകളിൽ സീറ്റ് ഫിറ്റ് ചെയ്യാം. അപ്പോൾ അതാ ഈ സീറ്റ് ഇങ്ങനെ ബാക്കിക്ക് തിരിച്ചിട്ടാണ് ഇവിടെ കണക്ട് ചെയ്യാം. ഓക്കെ, അത് കറക്റ്റ് അല്ല, അതിൻ്റെ ഗ്രൂസൊക്കെ ഇറങ്ങി നിൽക്കുമ്പോൾ ഒരു ക്ലിക്ക് സൗണ്ട് കേൾക്കും. ഓക്കെ, അതുവരെ അമർത്താം. ആ ഒരു ക്ലിക്ക് സൗണ്ട് കേട്ടാൽ എന്തായി, ഈ നേരത്തെ നമ്മൾ ഫിറ്റ് ചെയ്ത അടിയത്തെ ഈ സ്റ്റാൻഡുമ്മൽ ഈ സീറ്റ് നല്ല ഫിറ്റായിട്ട് അങ്ങനെ നിൽക്കും. ഇപ്പോൾ കണ്ടല്ലോ, ഇതിനങ്ങനെ ഇളക്കൊന്നുമില്ല, മറിഞ്ഞു പോകുന്നില്ല. മറിയുണ്ടോ ഇല്ല എന്നുള്ള അറിയാതെ ഈ സ്റ്റാൻഡ് ഇത് അവിടെ വെച്ചിട്ട് ഇങ്ങനെ ആക്കി വയ്ക്കാൻ മതി. കേട്ടോ, മറിഞ്ഞു പോകുന്നില്ല, ജസ്റ്റ് ചെറിയ ഒരു ആട്ടം ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി എക്സ്ട്രാ ഒരു പ്രൊട്ടക്ഷനും കൂടി വേണമെങ്കിൽ കൊടുക്കാം. നമ്മൾ നേരത്തെ ഫിറ്റ് ചെയ്ത സീറ്റ് ബെൽറ്റ് ഉണ്ട് ഇവിടെ. ഇപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് നമുക്ക് ഇങ്ങനെ മടക്കാൻ പറ്റും. ഇതിന് ഓരോ പൊസിഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് പൊസിഷൻ എങ്ങനെയാണെന്നുള്ളത് ഈ സ്റ്റാൻഡിൻ്റെ തന്നെ ബാക്ക് സൈഡിൽ ഒരു സ്റ്റിക്കർ ഉണ്ട്, അവിടെ എഴുതിയിട്ടുണ്ട്. അതായത് വണ്ടിയിൽ പോകുമ്പോൾ എങ്ങനെ വെക്കണം, നിലത്ത് വെക്കുമ്പോൾ എങ്ങനെ വെക്കണം എന്നൊക്കെ. അപ്പോൾ നേരത്തെ കണക്ട് ചെയ്ത സീറ്റ് ബെൽറ്റ് ഇവിടെ ഉണ്ട് അല്ലേ.
അപ്പോൾ ഈ സീറ്റ് ബെൽറ്റിൻ്റെ ഇവിടെ ഒരു നീല കളർ കണ്ടല്ലോ സീറ്റിൻ്റെ, ഈ നീല കളറിൻ്റെ അർത്ഥം ഈ ഭാഗത്ത് കൂടെ സീറ്റ് ബെൽറ്റ് കൊണ്ടുപോകാനുള്ളതാണെന്നാണ് അതിൻ്റെ അർത്ഥം. അത് മിക്കവാറും ഇത്തരത്തിലുള്ള ഈ കുട്ടികളെ ഇരുത്തുന്ന സീറ്റിനൊക്കെ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് കളറാണ്. ചില അപൂർവം കമ്പനികൾക്ക് മാത്രമേ ഇവിടെ ചുവപ്പ് കളറിൽ കണ്ടിട്ടുള്ളൂ. രണ്ടായാലും സീറ്റ് ബെൽറ്റ് അതിൽ കൂടെ ഇടുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എന്ത് ചെയ്യാം, ഇവിടെ ഫിറ്റ് ചെയ്ത സീറ്റ് ബെൽറ്റ് എടുത്തിട്ട് ഈ ഭാഗത്ത് കൂടെ ഇങ്ങനെ കയറ്റിയിട്ടിടുക, അവിടെ ഇടുക. അതേപോലെ ഇവിടെയും കൂടി ഇട്ടാൽ എന്തായി, എന്നിട്ട് ഒന്നുകൂടി വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ എന്തായി, എക്സ്ട്രാ ഒരു പ്രൊട്ടക്ഷനും കൂടിയായി. ഇനി വേണമെന്നുണ്ടെങ്കിൽ നീളം, ചിലപ്പോൾ എല്ലാ സീറ്റ് ബെൽറ്റും നീളം എത്തൂല, നീളം എത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇതിങ്ങനെ ഇതിൻ്റെ ബാക്ക് കൂടെ തിരിച്ച് ചുറ്റിട്ട് കൊടുക്കും ചെയ്യാം. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല, ഇത്ര മാത്രം മതി. ഓക്കെ, ഈ രീതിയിൽ എന്ത് ചെയ്യാം, ഇവിടെ ഫിക്സും കൂടി ചെയ്താൽ ഇപ്പം എന്തായി, കറക്റ്റ് ഈ ഒരു സീറ്റ് നമ്മളെ കാറിൻ്റെ സീറ്റുമായിട്ട് ഈ സീറ്റ് നല്ല ടൈറ്റായിട്ട് ഫിറ്റായിട്ട് നിൽക്കും. എന്നിട്ട് വണ്ടി പോകുന്നതിൻ്റെ മുന്നേ എന്ത് ചെയ്യണം, ഈ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, ഈ ഒരു സ്റ്റാൻഡ് തിരിച്ച് അതിൻ്റെ പൊസിഷനിൽ തന്നെ മാറ്റി വെക്കും വേണം. ഓക്കെ, ഈ സ്റ്റാൻഡ് ഇതാ ഇങ്ങനെ ഈ പൊസിഷനിൽ വെക്കണം. കാറിൽ ഓടുന്ന സമയത്ത് ഈ പൊസിഷനിലാണ് ഈ സ്റ്റാൻഡ് വെക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഇനി വണ്ടി മുന്നോട്ട് പോയാലും എന്താണ്, കുട്ടിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. കുട്ടിക്ക് ഇടാനുള്ള സീറ്റ് ബെൽറ്റൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം കുട്ടി നല്ല സേഫായിട്ട് ഈ സീറ്റിൽ അങ്ങനെ ഇരുന്നോളൂ. അപ്പോൾ ഈ രീതിയിലാണ് ഇത് ബാക്ക് സീറ്റിൽ, കാറിൻ്റെ ബാക്ക് സീറ്റിൽ ഈ രീതിയിലാണ് ഫിറ്റ് ചെയ്യേണ്ടത്. ഇനി അടുത്ത് ഫ്രണ്ട് സീറ്റിൽ എങ്ങനെയാണെന്നുള്ളത് നോക്കി നോക്കാം. അപ്പോൾ ബാക്ക് സീറ്റിൽ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുക എന്നുള്ളത് കണ്ടു. ഇനി ഈ കുട്ടികളെ സീറ്റ് എങ്ങനെയാണ് ഫ്രണ്ട് സീറ്റിൽ ഫിറ്റ് ചെയ്യുക എന്നുള്ളത് കണ്ടോക്കാം. അതായത് ഇപ്പം ഒരാൾ ഒറ്റയ്ക്ക്, അതായത് ഇപ്പം കുട്ടിയും അമ്മയും ഒറ്റക്കാണ് വണ്ടിയിൽ പോകുന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഫ്രണ്ട് സീറ്റിൽ കുട്ടീനെ വെക്കുകയാണ് നല്ലത്. ഏറ്റവും സേഫ് ബാക്ക് സീറ്റിൽ വെക്കുകയാണ്. എന്നാലും ഫ്രണ്ട് സീറ്റിൽ ഇതെങ്ങനെ ഫിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട സംഭവം എന്താ വെച്ചാൽ, ഫ്രണ്ട് സീറ്റിൽ ഈ ഐസോഫിക്സ് ക്ലിപ്പ് ചെയ്യാനുള്ള ആ ഒരു ആങ്കർ പോയിന്റ് ഫ്രണ്ട് സീറ്റിലില്ല, അത് ബാക്ക് സീറ്റിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, സീറ്റ് ബെൽറ്റ് വെച്ചിട്ട് വേണം ഈ ബേസ് സ്റ്റാൻഡ് ഉറപ്പിക്കാൻ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, സീറ്റ് ബെൽറ്റ് എടുക്കുക. സീറ്റ് ബെൽറ്റ് എടുത്തിട്ട് നമ്മളെ സീറ്റ് ബെൽറ്റിൻ്റെ ആങ്കർ പോയിന്റ് ഉണ്ടല്ലോ, ആങ്കർ പോയിന്റിൽ കറക്റ്റ് ഫിറ്റ് ചെയ്യുക. എന്നിട്ട് ഈ അടിഭാഗം നേരത്തെ കാണിച്ച പോലെ ഈ ഇവിടെ സീറ്റ് ബെൽറ്റ് കടന്നു പോകാനുള്ള ഒരു സ്ഥലമുണ്ട്. അതൊക്കെ ഈ ഇവിടെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടാവും, കണ്ടല്ലോ, ഇവിടെ ഒരു അടയാളം കണ്ടില്ലേ, ഒരു സിമ്പിൾ കൊടുക്കുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് അവിടെ കാണിച്ചാണ്. ഈ ഒരു ഭാഗത്ത് കൂടെ സീറ്റ് ബെൽറ്റ് ഇടുക, ഈ ഒരു ഭാഗത്ത് കൂടി ഇടുക. എന്നിട്ട് ഇതൊക്കെ കറക്റ്റ് നല്ലോണം പൊസിഷൻ ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, സീറ്റ് ബെൽറ്റൊക്കെ രണ്ട് കൈ ഉപയോഗിച്ച് നല്ലോണം വലിച്ചിട്ട് ടൈറ്റ് ചെയ്യുക, നല്ലോണം വലിച്ചിട്ട് ടൈറ്റ് ചെയ്യുക. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഉയരമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. എന്തായാലും രണ്ട് കൈ ഉപയോഗിച്ചിട്ട് നല്ലോണം വലിച്ച് ടൈറ്റാക്കി ഫിറ്റ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഭാഗം കണ്ടല്ലോ, ഇതിപ്പം പച്ച കളറിൽ കറക്റ്റാണ്. അതുകൊണ്ട് ഇനി ഇൻക്ലിനേഷൻ അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, ഓൾറെഡി കറക്റ്റാണ്. ഇപ്പം എന്തായി, സ്റ്റാൻഡ് ഇവിടെ ഫിറ്റായി കഴിഞ്ഞു. ഇനി സ്റ്റാൻഡിൻ്റെ മുകളിൽ നേരെ ആ സീറ്റ് ഫിറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പം ഇനി എന്ത് ചെയ്യുക, ഈ സീറ്റ് ഇതിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യാം. ഓക്കെ, ആ ക്ലിക്ക് സൗണ്ട് വരുന്നത് വരെ അമർത്തി കൊടുക്കുക. അപ്പോൾ എന്തായി, ഫ്രണ്ട് സീറ്റിൽ ഈ കുട്ടികളെ സീറ്റ് ഇപ്പോൾ നല്ല ഉറപ്പിച്ച് വെച്ച പോലെ. ഇനി ഒരു എക്സ്ട്രാ സേഫ്റ്റി എന്നുള്ള നിലക്ക് എന്ത് ചെയ്യുക, നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു പൊസിഷൻ ക്യാരിങ് പൊസിഷനാണ് കേട്ടോ. ഇവിടുന്ന് നമുക്ക് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യാൻ ഇതിനങ്ങോട്ട് ബാക്കൊക്കെ മടക്കിയാക്കാൻ പറ്റും. ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, സീറ്റ് ബെൽറ്റിൻ്റെ ഈ ഭാഗം എടുക്കുക. എന്നിട്ട് ഈ ഒരു രീതിയിൽ ഇതിൽ കൂടെ അങ്ങനെ ഇട്ടിട്ട് എടുക്കുക. ഈ നീല കളറുള്ള ഭാഗത്തു കൂടെയാണ് സീറ്റ് ബെൽറ്റ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുത്താൽ എന്തായി, വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാക്ക് സൈഡ് കൂടെ, പക്ഷേ ഈ ഒരു സീറ്റ് ബെൽറ്റ് നീളം കുറവാണ്. അത്യാവശ്യം നീളം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇങ്ങനെ ഇട്ടിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ ബാക്ക് കൂടെ അങ്ങനെ ഒരു പിടുത്തം കൂടി വേണമെങ്കിൽ കൊടുക്കാം. നിർബന്ധമില്ല, ഇത് മതി. കാരണം സീറ്റ് ബെൽറ്റ് അടിയിലും പിടുത്തേണ്ട, ഇവിടെ മുകളിലും പിടുത്തേണ്ട. അപ്പോൾ ഇത് തന്നെ മതി, ധാരാളമാണ്. അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യുക, വലിച്ചൊക്കെ ടൈറ്റ് ചെയ്തിട്ട് ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, ആവശ്യം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, നമ്മളെ കണക്ഷനും കാര്യങ്ങളൊക്കെ, അതായത് ഫിറ്റ് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് ഈ സീറ്റ് ക്യാരി ചെയ്യണ ഈ ഹാൻഡിലുണ്ടല്ലേ, ആ ഹാൻഡിൽ കറക്റ്റ് വണ്ടി ഓടുമ്പം ഏത് മൂഡിൽ വെക്കണോ ആ മൂഡിൽ ചെരിച്ച് വെക്കുക. ഈ രീതിയിലാണ് ചെരിച്ച് വെക്കുക. അപ്പോൾ ഇതെങ്ങനെ വെക്കേണ്ടതെന്നൊക്കെ ഉള്ളത് ഈ ഹാൻഡിലിൻ്റെ ഭാഗത്ത് സ്റ്റിക്കർ ഉണ്ടാവും. അപ്പം ഈ സൈഡിൽ ഇവിടെ സ്റ്റിക്കർ കണ്ടല്ലോ, ആ ആരോ മാർക്ക് എങ്ങോട്ടാണോ വെക്കുന്നത് ആ രീതിയിലാണ് ഇത് വെക്കേണ്ടത്. അപ്പോൾ വണ്ടിയിൽ പോകുമ്പോൾ ഈ പൊസിഷൻ ക്യാരി ചെയ്യുമ്പോൾ ഇങ്ങനെ പൊന്തിച്ച് നിൽക്കുന്ന ആ ഒരു പൊസിഷൻ ആ രീതിയിലാണുള്ളത്. അപ്പോൾ ഈ രീതിയിലാണ് ഫ്രണ്ട് സീറ്റിൽ ഇത് ഫിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതിന് ഇളക്കം ഉണ്ടോ നോക്കിയാൽ മതി. കണ്ടോ, അങ്ങനെ ചെറിയൊരു ഇളക്കം മാത്രമേ ഉണ്ടാവുള്ളൂ, അങ്ങനെ മറിഞ്ഞ് വീകുമൊന്നുമില്ല. കണ്ടില്ല,
ഞാനിങ്ങനെ വലിച്ചാലും ആ രീതിയിൽ ഒരു ചെറിയ ഇളക്കം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും നല്ല ഉറച്ചങ്ങനെ നിന്നോളും. അപ്പോൾ ഈ രീതിയിലാണ് ഫ്രണ്ട് സീറ്റിൽ ഈ കുട്ടികളെ സീറ്റ് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ചൈൽഡ് റിസ്ട്രെയിനർ ബാക്ക് സീറ്റിലും ഫ്രണ്ട് സീറ്റിലും എങ്ങനെ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കണ്ടത്. അപ്പോൾ ഈ ഒരു സംവിധാനം വീട്ടിലുണ്ടെങ്കിൽ നല്ലതാണ്. കാരണം ഈ ഒരു സീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടിക്ക് സീറ്റ് ബെൽറ്റിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷൻ കിട്ടുള്ളൂ. മറ്റേ നമ്മൾ കുട്ടീനെ കൈ പിടിച്ചിട്ട് സീറ്റ് ബെൽറ്റ് ഇട്ടാൽ സീറ്റ് ബെൽറ്റ് അമ്മക്കേ ഉണ്ടാവുള്ളൂ, കുട്ടി നമ്മളെ പുറത്താണ് ഉണ്ടാവുക, സീറ്റ് ബെൽറ്റിൻ്റെ പുറത്താണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു സേഫ്റ്റിക്കും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സീറ്റ് സംഘടിപ്പിക്കുന്നത്. മാത്രമല്ല കുട്ടീനെയും കൊണ്ട് ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് കുട്ടീൻ്റെ കൂടെയുള്ള ഒരാൾ, അതായത് അച്ഛനോ അമ്മ ആരെങ്കിലും ഒരാൾ കൂടെ ഉള്ളൂ അങ്ങനത്തെ ഒരവസ്ഥയിലാണ് പോകണമെന്നുണ്ടെങ്കിലും ആ ആൾക്ക് ഈ ഒരു സീറ്റ് ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചിട്ട് പോകാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിൻ്റെ സൗകര്യം. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഈ ഒരു സീറ്റിൻ്റെ കമ്പനി പെഗ് പെരാഗോ പറഞ്ഞ ഒരു കമ്പനിയാണ്. പല രീതിയിലുള്ള കണക്ഷനാണ്. ഇപ്പോൾ നമ്മൾ ഫിറ്റിംഗ് ഒക്കെ കണ്ടല്ലോ, അത് പല കമ്പനിക്കും പല രീതിയിലാണ് ഉണ്ടാവുക. ഈ ഒരു കമ്പനിക്ക് ഈ രീതിയിലാണ്. മിക്കവാറൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉണ്ടാവുള്ളൂ, അങ്ങനെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു സീറ്റിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുക എന്നുള്ളതും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. കൂടുതൽ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ അതിൽ ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ അതുവരെ താങ്ക് യു.